അല്ല ചന്ദ്രേട്ടാ, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു രാത്രി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സംഗതി ഇരുട്ടടി അടിക്കാനിരിക്കുന്നതാണെങ്കിലും ഏതോ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഇരിക്കുന്ന ഫീല്. ചരിത്രമുഹൂർത്ത? ആന്ന് ചരിത്രമുഹൂർത്തം? എൻ്റെ കല്യാണം. കല്യാണ? ഇരുന്നിട്ട് കാലിട്ട് പോയി. ഞാൻ ചമ്പ്രം പണിഞ്ഞിരുന്നോളാം. ഇത്രയും നിഷ്കളങ്കര പെണ്ണായിട്ടിരുന്നായ എൻ്റെ ഒരു നിലപാട്. നിഷ്കളങ്കനാ ഞാനാ? ഞാൻ സൊസൈറ്റി കൊടുക്കുന്ന പാലിൽ പൊടിക്ക് വെള്ളമെല്ലാം ചേർക്കലുണ്ട്. ഓ, ആ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ സൊസൈറ്റിയിലെ റീഡിങ്ങിൽ പൊടിക്ക് മാറ്റമെല്ലാം വരുത്തലുണ്ട്. ഞാൻ നിഷ്കളങ്കനാ. ഇതെല്ലാം ഒരു കള്ളത്തരാണ് എൻ്റെ പവി. വേറൊരു രീതിയിൽ ആലോചിച്ചാൽ പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല 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 പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ രാത്രി ഇത് കടന്നു കല്യാണം അതും കഴിയും. പക്ഷെ ഈ നിമിഷം, ഈ മൊമെന്റ്, ഈ സെക്കൻഡ്, ഈ സോഡ, ഇതൊന്നും എനിക്ക് കിട്ടൂല നമുക്ക്. നോവേ. ഇന്നത്തെ നൈറ്റ് ഒരു കാള നൈറ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്ത് തമാശ വേണമെങ്കിലും പറയാം, എത്ര ക്രൂരമായ വാക്കുവേണമെങ്കിലും ഉപയോഗിക്കാം, ഞാൻ ഒന്നും പറയില്ല. യുനോ വൈ ഈ മൊമെന്റ് നമുക്കിത് തിരിച്ചു കിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, മരിക്കൊന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞാൻ പറയും, എനിക്ക് വിഷമമുണ്ട്. എന്റെ ഹൃദയവേദന എനിക്ക് പറയണം. നീ പറ. അഭയേട്ട ഞാൻ വിഷമിപ്പിച്ചു, ഈ ബിബീഷ് വിഷമിപ്പിച്ചു. ബിബീഷ് അത് ചെയ്യരുതായിരുന്നു. പക്ഷെ ബിബീഷിന് വേറെ നിവൃത്തിണ്ടായിനി. ബിബീഷ് സ്നേഹിച്ചു പോയില്ലേ? ഐ വാസ് ഇൻ ലവ് ബാഡ്ലി, ഡീപ്ലി. പക്ഷെ എനിക്കിന്ന് 2 നഗ്ന സത്യങ്ങൾ പറയാനുണ്ട്, അതും ഞെട്ടിക്കുന്ന 2 എണ്ണം. നീ പറ. സത്യം നമ്പർ 1, ഓക്ക് ചന്ദ്രിക രവീന്ദ്രന് എന്നെ അല്ല ഇഷ്ടം, എനക്ക് ഓളയാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ വീട്ടിൽ നിന്ന് ഓളെ വീട്ടിൽ പെണ്ണ് ആലോചിച്ചിട്ട് പോയിനി. ഇത് സത്യം സത്യം സത്യം. കടലേട്ടി ബിബീഷ്, നീ ക്രൂരനാണ്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ അഭിയേട്ടാ. യു നോ ദാറ്റ്സ് ലൈഫ്, ഷിറ്റ് ഹാപ്പൻസ്. പക്ഷെ എന്റെ തീരുമാനം അത് ഞാൻ മാറ്റൂല. അടുത്ത് വയ്ക്കട്ടെ. അത് എങ്ങനെക്കൂല, ലൈറ്റ് ആയിട്ട് വേണം കേട്ടാ. ലൈറ്റ് നമ്മെല്ലാരും 3 അടിച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കഴിക്കും. ഡയറക്ടർ പറഞ്ഞാൽ ഞാൻ അടിക്കും. ബട്ട് ലൈറ്റ് ആയിട്ട് വേണം കേട്ടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, യു പ്രൊസീഡ്. നീ നാറിയല്ല, നന്നാറിയാന്ന്. നന്നാറി സർബത്ത് എന്നാ കേറ്റ്. യെസ്, ഐ അഡ്മിറ്റ്. ഐ അഡ്മിറ്റ്. അല്ല ചന്ദ്രേട്ടാ, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? താലി കെട്ടാൻ കഴിവൊന്നുമില്ല, പിന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരുമൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറ്റാണ്ടിരുന്നാൽ മതി. അല്ല പവി, നീ ശരിക്കും പറഞ്ഞ തല്ല തന്നെ ഒന്നിന്. ഈ കണക്കിന് ഞാൻ തലേദിന് മുമ്പേ പെർമിഷനെല്ലാം ചോദിക്കുമല്ലോ. നേരം വൈകുന്തോറും ഒരു ആദി. ഓൻ വരൂടാ. ഫോൺ. ഹലോ ഹലോ, നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. നീ വരാതെ ഞാൻ കിടക്കൂല. പിന്നെ ഞാൻ ഇവിടെ കടന്ന് നിലവിളിക്കണോ? ഞാൻ പറഞ്ഞു തന്നല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നതെന്ന്. നിന്നെ കല്യാണം കഴിപ്പിക്കാനായോ മോനെ? അത് ഈ നട്ടപ്പാതിരക്കാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ ഫോൺ വെക്ക്. എനിക്ക് ലൈറ്റ് ആയിട്ട് മതി കേട്ടാ. അധികം കുടിക്കാൻ പറ്റൂല, കഴിയൂല. അറിയാം. ദാറ്റ്സ് വൈ. ഈ സത്യം നമ്പർ 2 എന്താ? അത് പറ. സത്യം നമ്പർ 2 ഞാൻ ഇപ്പൊ പറയൂല. അതിപ്പോ പറ. മുത്തുമണിയല്ലേ, പറ. അതിന് സമയമായിട്ടില്ല. അതിന്റെ സമയമാകുമ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയും. ദിസ് ഈസ് നോട്ട് ഫെയർ മാൻ. ഓ, ജസ്റ്റ് വെയിറ്റ് മാൻ. പറഞ്ഞു വെച്ചേ. അതെ,
എനിക്ക് അധികമായിട്ട് മതി കേട്ടാ. ലൈറ്റായിട്ട് വേണ്ട. ലൈറ്റായിട്ട് കഴിക്കൂല, അതുകൊണ്ട് ലൈറ്റായിട്ട് വേണ്ട. കൂടുതൽ ഒഴിക്കുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് ഒരു ചെറിയ സർപ്രൈസ്. സർപ്രൈസാ? എന്ത് സർപ്രൈസ്? ഇതുവരെ നീ കണ്ട ബാച്ചുലർ പാർട്ടിയല്ല ഇനി നീ കാണാൻ പോകുന്നത്. അഭിയേട്ടാ, ലൈറ്റ്സ് ഓൺ, പ്ലേ ദ മ്യൂസിക്, ആക്ഷൻ. തീർത്ത ഏയ് ഇപ്പൊ തരും. മഹാഭാവിയാണ്, മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ലോ. ബാക്കി വെച്ചിട്ടില്ലേ? ബാക്കി വെച്ചിട്ടില്ലേ? നിങ്ങെല്ലാം സെറ്റാന്ന്, എനിക്കിനി എന്താ ചെയ്യല്? രൂപേഷിന്റെ കയ്യിൽ ഒരു ഹാഫ് ഉണ്ട്, റിസർവ് ആക്കി വെച്ചതാ. ആർക്ക് വേണ്ടി? എന്റെ മുത്തിനു വേണ്ടി. നീ പോയി ഒന്ന് മേടിച്ചിട്ടോ. നിങ്ങ ആരെങ്കിലും പോയിട്ട് മേടിച്ചാ മതി, ഞാൻ പോവില്ല. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എല്ലാം തെറ്റാണ്. അപ്പൊ ഇതുവരെ ചെയ്ത കറക്റ്റ് ആണല്ലോ, ഞാൻ പോയിട്ട് വരാം. ഈ കുളത്തിലാണോ നീ പോണത്? അതൊന്നും ശരിയാവില്ല. ഫോൺ തന്നെ. ഹെൽമെറ്റ് പോട്. നന്ദിയില്ലാത്ത പട്ടികള്. ലൈറ്റായിട്ട് മതി, ലൈറ്റായിട്ട് മതി, ലൈറ്റായിട്ട് മതി. ഉപകാരം ചെയ്താലും നന്ദിയില്ലാത്തൊരു തെണ്ടികൾ കൂട്ടുകാരോ. ചന്ദ്രൻ എന്താ ആരൊക്കെ ഇഞ്ഞു വരുന്നുണ്ട്? അതോ അതല്ലാന്നാ? ഞാൻ ടോർച്ചടിച്ച് നോക്കട്ടെ. ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതിയെ. മിന്നല കൂട്ടുകാർ തെണ്ടികളോ. ചന്ദ്രേട്ടാ, ഇത് ഓൻ തന്നെയാണ്, വൈറ്റ് ഷർട്ട്. മുഖം പോയിട്ടോ, എന്നിട്ട് ഓനെ പോയി പിടിക്കുക. ഞാനാ? അല്ലടാ, പുറത്താളെ വിളിക്കാം. നീ പോയി പോയേ. സോറി സോറി സോറി. നീ ആ സൗണ്ട് കേട്ടോ? ആ കേട്ടിന്, നിങ്ങൾ കേട്ടിന്? നിങ്ങളെ പോലെ അടി വേസ്റ്റ് ആവുന്നില്ല. എല്ലാം എനക്കിട്ട് നോക്കി അടി വെച്ചാ എന്റെ പിള്ളേരെ തോന്നണോ? നീ പവിനെ അടിച്ചു വെച്ചേ. പവി ലൈറ്റ് ഓഫ് ചെയ്യണമേ, ഉറങ്ങാനും സമ്മതിക്കില്ല. അധികമായിട്ട് കഴിക്കൂലോ. ലൈറ്റായിട്ട് മതി, ലൈറ്റാ. എങ്കിലും ചന്ദ്രികേ